ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി കഴുകുക എന്ന് പറയുന്ന അത്ര വലിയൊരു ചടങ്ങല്ലേ. പക്ഷേ ഇവിടെ വണ്ടി കഴുകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ചടങ്ങാണ്. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി കഴുകാനായിട്ട് നമ്മൾ കാർ പോർച്ചിൽ നിന്ന് വണ്ടി ഇറക്കി ഇടുക, എന്നിട്ട് പൈപ്പിലോട്ട് റോസ് കണക്ട് ചെയ്യുക, കാർ വാഷ് ഉപയോഗിച്ച് വണ്ടി കഴുകുക. നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെയായിട്ട് നമുക്ക് വണ്ടി കഴുകാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് വെച്ച് വണ്ടി കഴുകാൻ പറ്റത്തില്ല, അല്ലെ പാർക്കിംഗ് സ്പേസിലും വെച്ച് വണ്ടി കഴുകാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പോലീസ് ഫൈൻ അടിച്ച് തരും. അപ്പോൾ നമ്മൾ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കാർ വാഷിന് വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങൾ. അപ്പം അവിടെ നമുക്ക് രണ്ട് രീതിയിൽ കാർ വാഷുണ്ട്. ഓട്ടോമാറ്റിക് കാർ വാഷും ഉണ്ട്, മാനുവൽ കാർ വാഷും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാനുവൽ കാർ വാഷിംഗ് ആണ്. അപ്പം എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാർ വാഷിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇന്ന് നമ്മുടെ വണ്ടി കഴുകാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായി തീരും, വണ്ടിയുടെ കോലം എന്താണെന്നൊക്കെ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കാറ് റെഡി ആയിട്ട് കിടപ്പുണ്ട് കുളിച്ച് കുട്ടപ്പനാവാനായിട്ട്. അപ്പോൾ നമുക്ക് കാറ് കഴുകി തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ നിന്നെ പഠിപ്പിക്കാം. ആ ഫസ്റ്റ് വൺ കാണുന്നില്ലേ, അതാണ് പ്രീ വാഷ്. പ്രീ വാഷും നമ്മുടെ സോപ്പും കൂടെ ചേർത്ത് അടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഷ് ഉണ്ട് ഇവിടെ. ബ്രഷ് വേണേ കാണിക്കാം. ഈ ബ്രഷ് ഒരു പുത്തരിയല്ലല്ലോ. മൂന്നാമത്തെയാണ് ക്ലാർ സ്പ്യൂലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ വെള്ളത്തിൽ വെച്ച് കഴിക്കുന്നത്. നാലാമത്തെ അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മാത്രം മതി. ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ 3 ഓപ്ഷൻ മതി. ഗ്ലാൻസ് സ്പ്യൂലൻ, ഗ്ലാൻസ് സ്പ്യൂലൻ. എനിക്കൊന്ന് ഫിനിഷിങ് എന്നാന്ന് തോന്നുന്നു. അത് 3 മതി. അത് മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ആയുധം എടുത്തേക്കുവാണ്. നീ അവിടെ ചെന്ന് നിൽക്കേ, ഞാൻ വന്നിട്ടേ അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ എന്നെ കൂടെ കുളിപ്പിക്കല്ലേ. ഓക്കേ, അപ്പം നമ്മൾ പൈസ ഇടൂ. അടിക്കല്ലേ. ഓക്കെ, ആക്ഷൻ. ഇത്തിരി ദൂരെ വെച്ചെന്ന് അടിക്കേ, നല്ല അടിച്ചിട്ടടിക്കും. പുറയിലടിക്കും. എല്ലാ ഭാഗവും കവർ ചെയ്യത്തക്ക രീതിയിൽ, സോപ്പ് വീഴത്തക്ക രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് റിം ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്ലീനർ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ റിം ക്ലീൻ ചെയ്യാൻ പോവാ. ഈവൻ ആയിട്ട് അടിക്കുക. അയ്യോ, കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് അടിക്കുക. അത് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിമ്മ്. അപ്പോൾ നമുക്കിനി ഇത് ഉരച്ച് കഴുകാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച്, എസ്പെഷ്യലി ഇതിൻ്റെ അറ്റമാണ് നമുക്ക് ഇച്ചിരി ഭാരിച്ച പരിപാടിയാണ്. ഞാനിത് തേക്കുവാണെങ്കിൽ, ഉരച്ച് കഴുകുവാണെങ്കിൽ മണിക്കൂർ 1 എടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ പോയില്ല. അഴുക്കും പോകത്തില്ല, അതാണ് ഹൈലൈറ്റ്. ഓക്കെ, ഇനി എന്തായാലും അടുത്തത് 50 സെൻറ്റിൻ്റെ സമയമായി. അപ്പം നമുക്ക് റെഡി.
കുതിർക്കാൻ വേണ്ടിയിട്ട് ചെടിയെല്ലാം പോയി സുന്ദരനാവാനായിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് പോകാം, ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പോൾ നമുക്കിപ്പോൾ €2.5 ആയി. ഓ എന്തോ പറ്റിപ്പോയി, എന്തോ പറ്റി കയറുന്നില്ല. ഓക്കെ സെൻഡായി. 50 സെക്കൻഡ് ആപ്പോൾ ഇത് വെച്ച് തീർക്കുക കേട്ടോ. ഫ്ലാഷ് കഷ്ടപ്പെട്ടു ഞാൻ. വല്ലപ്പോഴും അല്ലേ. ഇവിടെ അപ്പോൾ ഓരോ ആൾക്കാർ വന്ന് ചെയ്യുന്നത് നമ്മൾ കാണാനായിട്ട് പറ്റും. ഏകദേശം ഇപ്പോൾ ഒരു 8:30 മണിയായി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുറേ വണ്ടികളൊക്കെ ആൾക്കാർ കഴുകുന്നുണ്ട്. ഇത് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി വാക്യൂം ക്ലീനിങ് കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത് നമ്മൾ കാറ് കഴുകാനായിട്ട്. ഇത് ശരിക്കും ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ കാർ വാഷിംഗ് നടത്തുന്നത്, മാനുവൽ കാർ വാഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.